ഈ ഹണി റോസ് വിഷയത്തിലെ രാഹുൽ ഈശ്വർ അള്ളിപ്പിടിക്കുന്ന ഒരു പ്രയോഗമാണ്, അദ്ദേഹം പിടിച്ചു മുറുക്കി പറയുന്ന ഒരു പ്രയോഗമാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. സോഷ്യൽ ഓഡിറ്റിങ്ങിന് എല്ലാവരും വിധേയരാവണം. ബോച്ചെ മാത്രം പോരാ, ബോബി ചെമ്മണ്ണൂർ മാത്രം പോരാ, ഹണി റോസ് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം. ഞാൻ ആ വിഷയത്തിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്. ടെലിവിഷൻ ചാനലുകളിൽ, TV ന്യൂസിൽ ചർച്ചയിൽ അങ്ങനെയാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞ് ഒരു പുകമറ, ഒരു സ്മോക്ക് സ്ക്രീൻ സൃഷ്ടിക്കുകയാണ് സത്യത്തിൽ രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ രാഹുൽ ഈശ്വർ എന്തോ വലിയ ആനക്കാര്യം പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ വരവോടെ, നവമാധ്യമങ്ങളുടെ വരവോടെ ഒക്കെ വന്ന ഒരു പദപ്രയോഗമാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ, അതേപോലെ സോഷ്യൽ ഓഡിറ്റിംഗ്. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആർക്കെതിരെ എന്തും ഫേസ്ബുക്കിലോ മറ്റ് നവമാധ്യമങ്ങളിലോ പറയാം, അല്ലെ ടെലിവിഷൻ ചർച്ചയിൽ പറയാം എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു ഒട്ടേറെ പേര് രാഹുൽ ഈശ്വറെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നവമാധ്യമ കാലത്ത് എങ്ങനെയാണ് വന്നത്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു സ്പേസ് ഇല്ലാതെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. രാഹുൽ ഈശ്വർ കാണിച്ചത് അത്തരം ഒരു ചർച്ചയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം അതിൽ പറഞ്ഞു പിടിച്ച് ന്യായീകരിക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് ആർക്കെതിരെയാ വേണ്ടത്? സോഷ്യൽ ഓഡിറ്റിങ്ങിന് വളരെ വിശാലമായ ഒരു അർത്ഥമുണ്ട്, ഒരു മീനിങ് ഉണ്ട്. അതും മറന്നിട്ടാണ് നമ്മളിവിടെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ബോച്ചെ വിധേയമാവുന്നത് പോലെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഹണി റോസും വിധേയമാവണം. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, മാപ്പപേക്ഷിക്കാൻ തയ്യാറല്ല. ഹണി റോസ് കേസ് കൊടുക്കുന്നെങ്കിൽ ഞാൻ നിയമവിരുദ്ധം നേടിയ ആളാണ്, വിദ്യാഭ്യാസം നേടിയ ആളാണ്, ഞാൻ എൻ്റെ കേസ് സ്വയം ബാധിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഈശ്വറും ഈ പറയുന്ന ആൺമേൽക്കോയ്മയുടെ സ്ത്രീകളെ എന്തും പറയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. സോഷ്യൽ ഓഡിറ്റിംഗ് സത്യം പറഞ്ഞാൽ വ്യക്തികൾക്ക് എതിരെ അല്ല, വ്യക്തി ഹത്യയല്ല സോഷ്യൽ ഓഡിറ്റിംഗ്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ വളരെ വ്യാപകമായ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു സംരംഭം, അതിൻ്റെ ഒക്കെ ഗുണവും ദോഷവും, അതുകൊണ്ട് എന്ത് ഗുണം സമൂഹത്തിനുണ്ടായി, എന്ത് ദോഷമുണ്ടായി എന്നുള്ള ഒരു പരിശോധന, വിലയിരുത്തൽ, അതിന് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, പലവിധ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പഠന ഗവേഷണ പ്രക്രിയ കൂടിയാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. അല്ലാതെ രാഹുൽ ഈശ്വർ വന്നിരുന്ന് വെറുതെ വിടുവായത്തം പറയുന്ന പോലെ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ ഒരു വീഡിയോ ഇടുമ്പോഴോ വെറുതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാതെ പോകുന്നു. സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന, അല്ലെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വ്യക്തിഹത്യക്കുള്ള വഴിയല്ലത്, അത് വ്യക്തികൾക്കെതിരെ നടത്തേണ്ടുന്ന വഴിയല്ലത്. അതൊരു സ്ഥാപനം, പ്രസ്ഥാനം, സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന എന്തെങ്കിലും ഒന്നിനെ വിലയിരുത്തുക, അതുകൊണ്ട് ഗുണമുണ്ടോ, സമൂഹത്തിന് ദോഷമുണ്ടായോ എന്നൊക്കെയുള്ള വളരെ ശാസ്ത്രീയമായ ഒരു പഠന ശാഖയാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. അല്ലാതെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പോലെ കാക്കു കൂക്കു പറയുന്ന അല്ലിത്. അതിന് വ്യക്തിഹത്യയും അതുമായിട്ട് ചേർത്ത് പിടിച്ച് പറയുന്നത് വളരെ അപകടകരമായ ഒരു രീതി, പ്രവണതയാണ്. അതാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഇപ്പൊ ഹണി റോസ് അയാൾക്കെതിരെയും രാഹുൽ ഈശ്വറിനെതിരെയും കോടതിയിൽ, പോലീസിൽ പരാതി കൊടുത്തു. അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതിരിക്കട്ടെ. പക്ഷേ പ്രധാന വിഷയത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. ഇപ്പൊ MD മരിച്ചു. MD പോയപ്പോൾ MD യെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന പലതും ഈ പറയുന്ന വ്യക്തിഹത്യയുടെ സ്വഭാവത്തിലേക്ക് പോയി. MDയുടെ ആദ്യ വിവാഹം, അതിലെ സംഭവങ്ങള്, കാര്യങ്ങള്, പിന്നീട് രണ്ടാം വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി പല പോസ്റ്റുകളും ഫേസ്ബുക്കിലും മറ്റ് ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ ഇട്ടിട്ട് ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോയി MDയെ കുറിച്ചുള്ള വിമർശനങ്ങൾ. അതിനെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നല്ല വിളിക്കേണ്ടത്, അതിനെ വ്യക്തി ഹത്യ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. വ്യക്തി ഹത്യ നടത്തിയിട്ട് അതിനെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന രീതി രാഹുൽ ഈശ്വറും ആര് ചെയ്താലും അതിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു സങ്കേതമാണത്. അത് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇവിടെയും ബോച്ചയെ സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്ത് ബോച്ചയും ആരും സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല.
ബോച്ചയെ വ്യക്തിഹത്യ നടത്താനും പാടില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ബോച്ചെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഹണി റോസിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെതിരെ അവർ പരാതി കൊടുത്തു. അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഹണി റോസിന്റെ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുക്കാൻ അവർക്ക് അതിന് അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ബോച്ചെ അവരെ അപമാനിച്ചു എന്ന് അവർ പറയുന്നു. ബോച്ചെ ക്ഷമ പറയുന്നു. ബോച്ചെ അപ്പൊ തെറ്റ് ചെയ്തു എന്ന് അയാൾക്ക് തന്നെ ബോധ്യമുണ്ട്, ബോച്ചയ്ക്ക് തന്നെ ബോധ്യമുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നില്ല ബോച്ചെ തെറ്റ് ചെയ്തു, ബോച്ചെ ക്ഷമ ചോദിച്ചു, അപ്പൊ ആ കേസ് അങ്ങ് വിട്ടുകൂടെ? നിയമം പഠിച്ച ഒരാള് നിയമവിരുദ്ധധാരി എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നിയമത്തിന്റെ വഴിക്ക് പോകണ്ടേ? ഓരോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത, ഏറ്റവും പുതിയ പരിഷ്കരിച്ച ഇന്ത്യൻ ശിക്ഷാ നിയമം, പിന്നെ IPCയുടെ പുതിയ വകഭേദമാണ് ന്യായ സംഹിത. അപ്പോ അത് നിയമപ്രകാരം നടക്കട്ടെ, കോടതിയിൽ കേസ് നടക്കട്ടെ, പോലീസും കോടതിയും ഹണി റോസും ബോച്ചയും തമ്മിലുള്ളത്. ഇനിയിപ്പം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് കൊടുത്ത കേസിലും പിന്നെ പരാതിയിലും കേസ് മുന്നോട്ട് പോകും. അത് നിയമപരമായിട്ട് നേരിടുക. അതിനു പകരം അത് അങ്ങ് ക്ഷമിച്ച് അങ്ങ് വിട്ടേക്ക് പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നത് ഒട്ടും അടിസ്ഥാനപരമായിട്ടൊട്ടും ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ആള് വന്നിരുന്നിട്ട് അതിനകത്ത് പിന്നെ ഓരോന്ന് അവതരിപ്പിക്കുക, ഇതാണ് സോഷ്യൽ ഓഡിറ്റിങ്, അതാണ് സോഷ്യൽ ഓഡിറ്റിങ്, ഹണി റോസിനെതിരെ അതാകാം ഇതാകാം എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് ആൾക്കാർ വിശ്വസിക്കുകയാണ്. കാരണം സെലിബ്രിറ്റീസിന് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുണ്ട്. ഇപ്പോ ഹണി റോസിന് എത്രയോ ലക്ഷം ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് എത്രയോ അധികം ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട്. രാഹുൽ ഈശ്വറിനുണ്ട്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്താവുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഏത് മേഖലയായാലും അവിടെയൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പം അത് പ്രേക്ഷകർ, കാണുന്നവർ, കേൾക്കുന്നവർ അത് വിശ്വസിക്കുന്ന തലത്തിലേക്ക് അതിനെ മിസ്ലീഡ് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു, ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഹണി റോസ് ഉന്നയിച്ച വിഷയവും. അതായത് ഞാൻ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്നു, എന്നെ രാഹുൽ ഈശ്വർ വല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് നടത്തി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നു. അത് കറക്റ്റാണ്, അവർ പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ട്. ഈ ആൺ മേൽക്കോയ്മ കളഞ്ഞിട്ട് വന്നിരുന്ന് ചർച്ച ചെയ്യാൻ രാഹുൽ ഈശ്വർക്ക് സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം എവിടെ വന്ന് ചർച്ച ചെയ്തിരുന്നാലും, TV ചാനൽ ഇരുന്നാലും അവിടെ താഴെ അടിക്കുറിപ്പ് പിന്നെ താഴമൺ തന്ത്രി കുടുംബാംഗം എന്നാണ്. എന്തേ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കുടുംബത്തിന്റെ പേരവിടെ എഴുതി വെക്കാത്തത്? അതിനെപ്പറ്റി ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അവിടെയും സോഷ്യൽ ഓഡിറ്റിങ് വേണ്ട, ചർച്ച വേണ്ട. പക്ഷെ ഇത് വന്നിരുന്ന് പറയുമ്പം സ്വന്തം അസ്തിത്വത്തെ കുറിച്ചുകൂടി ബോധമുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് താഴമൺ തന്ത്രി കുടുംബാംഗം എന്ന് അടിക്കുറിപ്പിൽ രാഹുൽ ഈശ്വർ കൊടുക്കുന്നു? അവിടെയും ആൺകോയ്മ, സ്ത്രീ വിവേചനത്തിന്റെ ഒരു ആചാര ചരിത്രം അവിടെയുണ്ട്. താഴമൺ തന്ത്രി കുടുംബം ശബരിമല തന്ത്രിമാരുടെ കുടുംബമാണ്. അവിടെ ആ കുടുംബ ചരിത്രത്തിൽ പിന്തുടർച്ചയിൽ സന്തതികൾക്ക് മാത്രമേ തന്ത്രിമാരാകാൻ പറ്റുള്ളൂ ശബരിമലയിൽ. അതുകൊണ്ടാണ് അവിടുത്തെ തന്ത്രിമാരുടെ മക്കളായ തന്ത്രിമാര്, പിന്നെ അവരുടെ മക്കളും, കണ്ഠരര് രാജീവരരും കണ്ഠരരും മോഹനരും അവരുടെ മക്കളും ഒക്കെ തന്ത്രിമാരാവുന്നത്. രാഹുൽ ഈശ്വർ അവിടുത്തെ അവരുടെ സഹോദരിയുടെ മകനാണ്. തന്ത്രി കുടുംബത്തിലെ പെൺജന്മത്തിന്റെ സ്ത്രീയുടെ ആ കുടുംബത്തിൽ ജനിച്ച സഹോദരിയുടെ മകനാണ്. അപ്പോ ഈ പറയുന്ന ആചാരപ്രകാരം പെണ്ണിന്റെ മകന്, സ്ത്രീയുടെ മകന് കുടുംബാംഗമാണെങ്കിലും തന്ത്രിയാവാൻ സാധിക്കത്തില്ല. ജന്മത്തിന് മാത്രമേ തന്ത്രിയാവാൻ കഴിയൂ. അപ്പൊ അവിടെയും ആൺകോയ്മയുണ്ട്. ആൺകോയ്മയുടെ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ് വന്നിരുന്ന് ചർച്ചയിൽ താഴെ അടിക്കുറിപ്പിൽ താഴമൺ തന്ത്രി കുടുംബം എന്ന് പേര് ചേർക്കുന്നത്. എന്തിനാ അങ്ങനെ ചേർക്കുന്നത്? അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ, ആ പെൺകുട്ടി പ്രായമായിട്ട് ആ പെൺകുട്ടിയെ ഒരു നമ്പൂതിരി പുറത്തുനിന്ന് കല്യാണം കഴിച്ചു, ഒരു ഇല്ലത്തുനിന്ന് കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് രാഹുൽ ഈശ്വർ എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവിൽ പിശകുണ്ടെങ്കിൽ ദയവേത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ കേട്ടിടത്തോളം ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ അമ്മയെ, രാഹുൽ ഈശ്വറിന്റെ അമ്മയെ വേളി കഴിച്ച് വിവാഹം ചെയ്ത നമ്പൂതിരിയുടെ കുടുംബ പശ്ചാത്തലവും അല്ലെ കുടുംബ മഹിമയല്ലേ അദ്ദേഹം പറഞ്ഞു നടക്കേണ്ടത്? ഇപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്? താഴമൺ തന്ത്രി കുടുംബാംഗം എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തിനാണ് ഈ മേൽവിലാസം കൊണ്ട് നടക്കുന്നത്? ആൺകോയ്മയുടെ ശിക്ഷ അനുഭവിച്ച് ജീവിക്കുന്ന ആളല്ലേ രാഹുൽ ഈശ്വർ? ഇതല്ലേ സത്യം? എന്നിട്ട് അതേ പേര് ഇവിടെ ചേർത്ത് വെക്കുന്നത്. എന്റെ സ്വന്തം പിതാവിന്റെ കുടുംബ മഹിമയെ ചേർത്ത് വെക്കുന്ന പേര് വെക്കാൻ താല്പര്യമില്ല. അപ്പം മാർക്കറ്റ് കിട്ടുക. താഴമൺ തന്ത്രി കുടുംബാംഗം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കിട്ടും. അതാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്.
ഇതിനെ ഞാൻ ഈ പറയുന്നതിനെ വ്യക്തിഹത്യ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ ഇതല്ല വേണ്ടത്. ഈ പറഞ്ഞു വന്നത്, രാഹുൽ ഈശ്വർ ഈ ഓരോ നിലപാടെടുക്കുമ്പോഴും അതിനകത്തിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ വ്യക്തിഹത്യയിലൊന്നും ഒരു താല്പര്യമില്ല. രാഹുൽ ഈശ്വർ, ഞങ്ങളുടെ അഭ്യർത്ഥന, രാഹുൽ ഈശ്വർ ഇനി മേലിൽ താഴമൺ തന്ത്രി കുടുംബാംഗം എന്ന മേൽവിലാസം വെക്കാതെ അത് ഉപേക്ഷിച്ചിട്ട് സ്വന്തം പിതാവിന്റെ കുടുംബത്തിന്റെ മേൽവിലാസം സ്വീകരിക്കുക, എന്നിട്ട് ചർച്ചയിൽ പങ്കെടുക്കുക. അതിന് മാന്യത കൂടുതലുണ്ട്. പിന്നെ രാഹുൽ ഈശ്വറിനെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാര്യമില്ല. കാരണം സോഷ്യൽ ഓഡിറ്റിങ്ങും വ്യക്തിഹത്യ അല്ലാത്തത് കൊണ്ടും അത് മറ്റൊരു വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു പദം പ്രയോഗമായതുകൊണ്ടും ഒരു കാര്യമായതുകൊണ്ടും അതിനെ അതിന്റെ വഴിക്ക് വിടുക. ഇതൊന്നും സോഷ്യൽ ഓഡിറ്റിംഗ് അല്ല. രാഹുൽ ഈശ്വർ പറയുന്ന ബോച്ചെ ഓഡിറ്റിങ്, ഹണീറോസ് ഓഡിറ്റിങ്, നാളെ രാഹുൽ ഈശ്വർ ഓഡിറ്റിങ്, ഇതൊന്നും സോഷ്യൽ ഓഡിറ്റിംഗ് അല്ല. ഇതൊക്കെ വ്യക്തിഹത്യയാണ്. അതിലേക്ക് നമുക്ക് താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല. MD വ്യക്തിഹത്യ ചെയ്ത പോലെ മരിക്കുന്ന ഓരോരുത്തരെയും, സെലിബ്രിറ്റിയെ നാളെ വ്യക്തിഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാർത്തയിൽ നിറയുന്ന ആളെ വ്യക്തിഹത്യ ചെയ്യുക, അതിനെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് വിളിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഈ വ്യത്യാസം എന്താണെന്ന് രാഹുൽ ഈശ്വറിന് അറിയാമായിരിക്കാം, തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കും. അറിയില്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ, ഇത് കാണുന്ന കേൾക്കുന്ന പ്രേക്ഷകർ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്.